ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എന്നത്തെയും പോലെ രാവിലെ എണീറ്റു ബ്രേക്ക്ഫാസ്റ്റ് പരിപാടി തുടങ്ങി. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊന്നും നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെ ഉണ്ടാക്കുന്നില്ല കേട്ടോ. എപ്പോഴും ദോശ ഉണ്ടാക്കുമ്പോൾ നമുക്ക് മടുപ്പാണ്. പിന്നെ മോൾക്ക് കുറച്ചും കൂടി ഇഷ്ടം കേട്ടോ ഈ ദോശ സാധനങ്ങളൊക്കെ. അവൾക്ക് നമ്മൾ 365 ദിവസം ദോശ ഉണ്ടാക്കി കൊടുത്താലും അവൾ ഹാപ്പി ആട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു അവൾക്ക് ദോശ ഉണ്ടാക്കി കൊടുക്കാമെന്ന്. സാധാരണ ഗോതമ്പ് ദോശ കേട്ടോ. അവൾക്ക് ചെറിയ പനിക്കോളുണ്ടായിരുന്നു. മിനിഞ്ഞാന്ന് രാത്രി നല്ല പനിയായപ്പോൾ ഞാൻ ഇന്നലെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു, ഞാൻ ചേട്ടനും കൂടിയിട്ട്. അപ്പോൾ ഡോക്ടറെ കണ്ടു, മരുന്നൊക്കെ കഴിച്ച് നമ്മൾ പോകുന്നു. പിന്നെ കുഴപ്പമുണ്ടായിരുന്നില്ല മരുന്ന് കഴിച്ചപ്പോൾ. ഇപ്പോൾ ചെറിയൊരു ചൂടും ചെറിയൊരു ഛർദ്ദിക്കാൻ വരുന്ന പോലെയൊക്കെ ഉണ്ട്. അപ്പോൾ അവൾക്ക് ഫുഡ് വേണം പെട്ടെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഫുഡ് ഉണ്ടാക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഗോതമ്പ് പൊടി ഇത്തിരി ഇരുന്നായിരുന്നു, അപ്പോൾ അതെടുത്തിട്ട് നമ്മൾ പെട്ടെന്ന് ദോശയാക്കി കൊടുത്തു കേട്ടോ. അപ്പോൾ അവളുടെ കാര്യങ്ങൾ കഴിക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി പണികൾ പെട്ടെന്ന് തീർക്കാൻ പറ്റും. അവൾക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ കൊടുത്ത് അവളെ കുറച്ച് ഇതാക്കി ഇരിക്കുകയാണെങ്കിൽ എനിക്ക് പെട്ടെന്ന് പണികളൊക്കെ തീർക്കാൻ പറ്റും. അപ്പോൾ എനിക്കും ചെറുതായിട്ട് പനികളുണ്ട് കേട്ടോ. എനിക്ക് പനി വരുന്നുണ്ടോ എന്നൊരു സംശയം. നമ്മുടെ ചുറ്റുവട്ടത്ത് പനികളുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ കൂട്ടത്തിൽ ഞാൻ പോയി ഇരുന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കിട്ടിയതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും മാസത്തിൽ ഒരു തവണ എനിക്ക് പനി വന്ന് പോകാറുണ്ട്. ആദ്യമൊക്കെ വരുമ്പോൾ കുറേ ദിവസം നീണ്ടു നിൽക്കും കേട്ടോ, കാരണം എൻ്റെ വർക്ക് അങ്ങനത്തെ വർക്കായിരുന്നു. അപ്പോൾ ഞാൻ ആ വർക്ക് നിർത്തിയപ്പോൾ എനിക്ക് അതായത് വെച്ചാൽ ഹെൽത്ത് ഓക്കെ ആയിട്ട് വരുമായിരുന്നു കേട്ടോ. എനിക്ക് ഒരു 2-3 വർഷത്തേക്ക് എനിക്ക് ഹെൽത്ത് ഒട്ടും ഓക്കെ ആയിരുന്നില്ല. പനി, തലവേദന, തുമ്മൽ ഇതൊക്കെ തന്നെയായിരുന്നു. അത് ഞാൻ ചെയ്തിരുന്ന വർക്ക് അങ്ങനത്തെ വർക്കായിരുന്നു, അതുകൊണ്ടാണ്. പിന്നെ അതൊക്കെ നിർത്തി ഇപ്പോൾ 1 വർഷമായി. ഇപ്പോൾ ഞാൻ വർക്കും കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. ഇപ്പോൾ നമുക്ക് സ്ഥിരം അടുക്കളപ്പടിയൊക്കെ തന്നെ. അപ്പോൾ നമ്മളൊരു ബീട്രൂട്ട് തോരൻ വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒരു ബീട്രൂട്ട് ഇരിപ്പുള്ളൂ. അപ്പോൾ നമ്മൾ ഇന്നലെ രാത്രി പരിപ്പ് കുത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കറി ഇരിപ്പുണ്ട്. പക്ഷേ ആ കറിയിൽ കുത്തുമുളക് ഇട്ടിട്ടല്ല നമ്മൾ ഉണ്ടാക്കിയത്, മറ്റേ സാധാരണ മുളക് പൊടി യൂസ് ചെയ്തിട്ടാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ഇത്തിരി എരിവ് കൂടിപ്പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കത് തീരെ ആർക്കും അങ്ങനെ ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ഞാൻ ബീട്രൂട്ട് തോരൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ബീട്രൂട്ടൊക്കെ അരിഞ്ഞ് സെറ്റാക്കാം കേട്ടോ. അപ്പോൾ ചേട്ടന് ഇഷ്ടമാണ് ബീട്രൂട്ട് തോരൻ. അപ്പോൾ കുറച്ച് തേങ്ങയൊക്കെ ചിരുകി വെച്ചു. അപ്പോൾ എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് വേഗം ചട്ടിയിലിട്ടൊരു പരിപാടി കഴിക്കാമെന്നാണ് വിചാരിക്കുന്നത്. എനിക്ക് നിൽക്കാനും ഇരിക്കാനും വയ്യാത്തൊരു സിറ്റുവേഷൻ ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ അത്യാവശ്യം ഫുഡ് പരിപാടികൾ കഴിഞ്ഞാൽ തന്നെ എനിക്ക് പോയിട്ട് കിടക്കാൻ പറ്റും. കുറച്ച് നേരം റെസ്റ്റ് എടുത്താൽ ഞാൻ ഓക്കെ ആവും. പക്ഷേ എനിക്ക് കുറച്ച് തീരുമാനം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത്യാവശ്യം പരിപാടികൾ ഒതുക്കിയിട്ട് കിടക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചധികം നേരം കിടക്കാമല്ലോ. ചേട്ടൻ ജോലി കഴിഞ്ഞ് വന്നവരെ കിടക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാട്ടോ. അപ്പോൾ ഞാൻ നമ്മുടെ തോരൻ പരിപാടിയൊക്കെ തുടങ്ങിയിട്ടോ. അപ്പോൾ നമ്മുടെ തോരനിലേക്കുള്ള എല്ലാ സാധനങ്ങളും ഞാൻ അതിൽ തന്നെ ഇട്ടിട്ടു. ഉപ്പ് മാത്രം ഞാൻ ഇട്ടില്ല. ഉപ്പ് ഏകദേശം ഞാൻ വെന്ത് വരുമ്പോഴാണ് ഇടാറുള്ളത്. പിന്നെ നമ്മുടെ വേപ്പിലത്തണ്ട് നമ്മുടെ സ്വന്തം തോട്ടത്തിൽ നിന്ന് തന്നെ പറിക്കുകയാണല്ലോ. അപ്പോൾ അത് നമ്മൾ ഏകദേശം പകുതി ആകുമ്പോഴാണ് നമ്മൾ ഇടാറുള്ളത്. അപ്പം നമുക്ക് തിരുമ്മാൻ വേണം. അതിന് മുന്നേ ആയിട്ട് നമുക്ക് വെള്ളം കോരാനുണ്ട്. അപ്പോൾ അല്ലറ ചില്ലറ പരിപാടികളൊക്കെ നമ്മൾ സെറ്റാക്കി വെച്ചിട്ട് വേണം പോകാൻ. ഞാൻ കുറച്ച് നേരം അടച്ച് വേവിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഗ്യാസ് ചെറുതിയിലിട്ടിട്ട് പോയി കഴിഞ്ഞാൽ വരുമ്പോഴേക്കും എനിക്ക് അത്യാവശ്യം പുറം പണികളൊക്കെ എടുത്തിട്ട് വരാമല്ലോ. ഇപ്പം വെള്ളം കോരാനുണ്ട്, കുറച്ച് വെള്ളം കോരി വയ്ക്കാനുണ്ട്. കുടിക്കാനുള്ള വെള്ളമൊക്കെ കുറച്ച് കിണറ്റിൽ കരടായിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അതൊന്ന് അരിച്ച് വെക്കാനുണ്ട്. അങ്ങനെ കുറച്ച് പരിപാടികളുണ്ട്. അപ്പോൾ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് കിടന്ന് റെസ്റ്റ് എടുക്കുന്ന ആ സമയത്താണോ ഞാൻ ഈ വോയിസ് കൊടുക്കുന്നത്. ഞാൻ എപ്പോഴും വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് വെക്കുകയാണെങ്കിൽ കുറേ ലാഗ് അടിക്കും അത് പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ചിലപ്പോൾ സൺഡേ വ്ളോഗ് ഞാൻ ചിലപ്പോൾ 2 ആഴ്ച കഴിഞ്ഞ് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടാവില്ല. അങ്ങനെ എനിക്ക് കുറച്ച് അബദ്ധങ്ങളൊക്കെ പറ്റിയിട്ടുണ്ട്. ഞാൻ വീഡിയോസ് ഇങ്ങനെ എടുത്ത് വെക്കും, പക്ഷേ പോസ്റ്റ് ചെയ്യാൻ മറക്കും. അങ്ങനെ ഒത്തിരി വീഡിയോസ് ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു കേട്ടോ. അങ്ങനെ എന്താ പറയുക, കുറേ വീഡിയോസ് ഞാൻ അങ്ങനെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. അങ്ങനെ എപ്പോഴും വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ എടുത്ത് വെക്കും. പക്ഷേ പിന്നീട് ഞാനങ്ങനെ മറന്നു പോകാറുണ്ട് കേട്ടോ, ഇടാനൊക്കെ ആയിട്ടും. പിന്നെ പുതിയ വീഡിയോസ് കിട്ടുമ്പോൾ പഴയത് എടുത്ത് വെച്ചതൊന്നും ഓർമ്മ ഉണ്ടാവില്ല. അങ്ങനെ ഒത്തിരി വീഡിയോസ് ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു കേട്ടോ. കാരണം ഓരോരോ സിറ്റുവേഷനിൽ പോസ്റ്റ് ചെയ്യേണ്ട ചിലപ്പോൾ വീഡിയോസൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ നമുക്കത് കഴിഞ്ഞിട്ട് പിന്നെ പോസ്റ്റ് ചെയ്തിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അത്യാവശ്യം ഫോണിൽ സ്റ്റോറേജും കൂടും. അപ്പോൾ പിന്നെ നമ്മളതൊക്കെ ഡിലീറ്റ് ചെയ്തു. പിന്നെ ഞാൻ പുറത്തുള്ള പരിപാടിക്ക് ഇറങ്ങിയിട്ട് മുറ്റം കുറച്ച് അടിച്ച് വരാനുണ്ടായിരുന്നു. നനഞ്ഞ് കിടക്കുകയാണ് കേട്ടോ. നട്ടാറ് വെള്ളമൊക്കെ വീണ്ടും നനഞ്ഞ് കിടക്കുകയാണ്. അപ്പോൾ പിന്നെ അടിച്ചിട്ട് പോരുന്നില്ല. എന്നാലും ഞാൻ ഏകദേശമൊക്കെ ഒന്ന് ഒതുക്കിയിട്ടതാണ്. ഇനിയിപ്പോൾ വൈകുന്നേരം വെയിലൊക്കെ ഒതുക്കിയാൽ വെച്ചെങ്കിൽ വൈകുന്നേരം നമുക്ക് കത്തിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. ചിലപ്പോൾ കത്തിക്കാൻ പറ്റില്ല, കാരണം ഇലയൊക്കെ നന്നായിട്ട് നനഞ്ഞിട്ടാണ് കിടക്കുന്നത്. 2 ദിവസം നല്ല വെയിലാണെങ്കിൽ നമുക്ക് കത്തിക്കാൻ പറ്റും, അല്ലെങ്കിൽ അത് അങ്ങനെ തന്നെ കിടക്കേണ്ടി വരും കേട്ടോ. ഇനിയിപ്പോൾ മഴക്കാലമൊക്കെ വരുന്നത്. ഇനിയിപ്പോൾ ചപ്പും കാര്യങ്ങളൊക്കെ കൂടി കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് എളുപ്പമല്ല. പിന്നെ നമ്മൾ തിരുമ്പലൊക്കെ കഴിഞ്ഞിട്ട് അതിൻ്റെ ഇടയിൽ കുറച്ച് വെള്ളം കോരലൊക്കെ നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ തിരുമ്പിയതൊക്കെ നമ്മൾ ഏകദേശം തോരയിടുക കേട്ടോ. നല്ല വെള്ളമുണ്ട്. എൻ്റെ കയ്യിൻ്റെ തള്ളവിരലിടയ്ക്ക് നല്ല വേദനയൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ എനിക്ക് ഇപ്പോഴും അത് വേദന ഉണ്ട്. അപ്പോൾ എനിക്കങ്ങനെ പിഴിയാനൊന്നും പറ്റുന്നില്ല. അപ്പോൾ നല്ല വെള്ളം നിൽക്കുന്നുണ്ട്. ഇന്ന് എന്തായാലും ഉണങ്ങില്ല ഡ്രസ്സൊന്നും. ഏകദേശം നമ്മൾ നൈറ്റ് ഫാനിൻ്റെ ചൂട്ടിലിട്ടാൽ മാത്രമേ ഇനി ഇത് ഉണങ്ങി വരുള്ളൂ. വെള്ളമൊക്കെ പോകുന്നത് എനിക്ക് അങ്ങനെ പിഴിയാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ. തള്ളവിരൽ ഭയങ്കരമായിട്ട് വേദനിക്കുന്നുണ്ട്. എന്നാൽ അത്യാവശ്യം ഞാൻ വീട്ടുപണികളൊക്കെ ചെയ്യും കേട്ടോ. നമ്മൾ അങ്ങനെ അനങ്ങാതിരിക്കാൻ നമുക്ക് പറ്റില്ലല്ലോ. പ്രത്യേകിച്ചൊരു മോളും കൂടിയുണ്ട്, നല്ലൊരു കുറുമ്പിയായ മോള്. അപ്പോൾ പിന്നെ അവളുടെ പരിപാടികളൊന്നും ചെയ്യാതെ നമുക്കൊന്നും തന്നെ ഇതാക്കാൻ പറ്റില്ല.
അപ്പം നമ്മൾ വെള്ളം കോരൽ പരിപാടിയൊക്കെ അത്യാവശ്യത്തിനുള്ള വെള്ളമൊക്കെ നമ്മൾ കോരി വെച്ചു. അങ്ങനെ അല്ലറ ചില്ലറ പരിപാടികളൊക്കെ നമ്മൾ മോളുടെ അടുത്ത് തല്ലോടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. അവൾ അവിടെ ഇവിടെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഞാൻ എടുത്ത് വയ്ക്കും, അതൊക്കെ ഇങ്ങോട്ട് എടുത്ത് കൊണ്ടുവരും, പിന്നെ തിരിച്ച് വെക്കില്ല. അപ്പോൾ കുറച്ച് ദിവസമായി വിചാരിക്കുന്ന ഒരു പഴങ്കഞ്ഞി കുടിക്കണമെന്ന് വിചാരിക്കുന്നു. പക്ഷേ ഇത് പഴങ്കഞ്ഞിയല്ല, ചൂട് കഞ്ഞിയാട്ടോ. എനിക്ക് തൊണ്ടയ്ക്ക് ചെറിയൊരു ബുദ്ധിമുട്ടുള്ള കാരണം ഞാൻ വിചാരിച്ചു, ഒരു മാങ്ങ ഇരിപ്പുണ്ടായിരുന്നു, ചേച്ചി വീടിൻ്റെ അപ്പുറത്തുള്ള ചേച്ചി മോൾക്ക് കൊടുത്ത മാങ്ങയാണ്, അതരിഞ്ഞ് നമ്മൾ കുറച്ച് സബോളയും ചുവന്നുള്ളി ഉണ്ടായിരുന്നില്ല കേട്ടോ, കുറച്ച് സബോളയായിരുന്നു. അപ്പോൾ സബോളയും ഉപ്പുംപൊടിയും വെളിച്ചെണ്ണയും കൂടിയിട്ട് തിരുമ്പിയിട്ട് അതൊന്ന് സെറ്റാക്കി വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ബീട്രൂട്ട് തോരൻ സെറ്റായിട്ടുണ്ടായിരുന്നു കേട്ടോ, അപ്പോൾ അതങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കഞ്ഞി ചെറുചൂടിലെടുക്കാമെന്ന് വിചാരിച്ചു. ഫ്രിഡ്ജിൽ വെച്ച് ചോറാട്ടോ. അപ്പോൾ അത് ഇന്നലത്തെ കഞ്ഞിയാണ്. അപ്പോൾ ഞാൻ അങ്ങനെ തന്നെ ഇന്ന് കഴിക്കാം എന്നുള്ളൊരു, ശരിക്കും പറഞ്ഞാൽ പഴങ്കഞ്ഞി ഉണ്ടാക്കാമെന്നുള്ളൊരു ഇതിലാണ് ഞാൻ വെച്ചത്. പഴങ്കഞ്ഞി ഒന്നും ഉണ്ടാക്കാൻ എനിക്ക് അറിയില്ല, പിന്നെ തൈരും മുളകൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ചൂട് കഞ്ഞി തന്നെ ആയിട്ട് കുടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ ചമ്മന്തി പരിപാടിയൊക്കെ കഴിഞ്ഞു. പിന്നെ തോരനുണ്ടല്ലോ, പിന്നെ മുട്ട ഇരിപ്പുണ്ടായിരുന്നു, അപ്പോൾ ഒരു മുട്ടയും കൂടി പൊരിച്ച് ഒരു ചൂട് കഞ്ഞി കുടിക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പം നമ്മൾ കഞ്ഞി അങ്ങനെ കുറച്ച് മോൾക്കും കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ കഞ്ഞി പ്രിപ്പറേഷൻസാണ് ഈ കാണുന്നത്. എന്താവും എന്തോന്നൊക്കെ വിചാരിച്ചിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. പക്ഷേ കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ മുട്ട പൊരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ചു. ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ചതിന് ശേഷമാണ് വീഡിയോ എടുക്കണം എന്നുള്ള കാര്യം ഓർമ്മ വന്നത്. അപ്പോൾ ഇന്നത്തെ ദിവസം ഒരുമാതിരി ദിവസം എന്താ പറയുക, ഒന്നും അങ്ങോട്ട് സെറ്റാവാത്തൊരു ദിവസം എനിക്ക് തോന്നി. അങ്ങനെ നമ്മളൊരുവിധം മുട്ടയൊക്കെ പൊരിച്ചെടുത്ത് നമ്മൾ തട്ടിക്കൂട്ട് കഞ്ഞിയൊക്കെ സത്യം പറഞ്ഞാൽ തയ്യാറാക്കി എടുത്തു. അങ്ങനെ നമ്മുടെ കഞ്ഞി പ്രിപ്പറേഷൻസൊക്കെ ഇവിടെ അവസാനിച്ചു. നമ്മൾ ഫുഡൊക്കെ കഴിക്കാൻ ഏകദേശം ഇരുന്ന കേട്ടോ. അങ്ങനെ മുട്ടയൊക്കെ പൊരിച്ച് നമ്മൾ സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വീഡിയോസ് ആരെങ്കിലും ആദ്യമായിട്ടൊക്കെ കണ്ടുപോകുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. എനിക്ക് ലോങ് വീഡിയോസ് ഇടാൻ തീരെ ഇഷ്ടമില്ല കേട്ടോ, കാരണം നമുക്ക് വ്യൂസും കാര്യങ്ങളൊന്നും കിട്ടില്ല. പിന്നെ ഷോർട്ട്സ് ഇട്ടാലാണ് ഒരു എന്താ പറയുക, ഒരു 1K ആയാൽ ഞാൻ ഹാപ്പി ആട്ടോ. 1K ആയില്ലെങ്കിൽ ഞാൻ തീരെ ഹാപ്പിയല്ല. എൻ്റെ ഒത്തിരി വീഡിയോസിന് വ്യൂസ് ഭയങ്കരമായിട്ട് കുറവാണിപ്പോൾ. അപ്പോൾ എന്താ പറയുക, എൻ്റെ ഒത്തിരി വീഡിയോസിന് വ്യൂസ് ഇല്ല കേട്ടോ. ഒരു 8-9 വീഡിയോസിന് തീരെ 100 വരെ വ്യൂസ് ഇല്ലാത്തതുണ്ട്. 100 വ്യൂസ് പോലും ഇല്ലാത്ത വീഡിയോസ് ഉണ്ട് എൻ്റെ കയ്യിൽ. അപ്പോൾ ആരെങ്കിലുമൊക്കെ നമ്മുടെ ചാനൽ കണ്ടുപോകുന്നുണ്ടെങ്കിൽ, പുതിയതായിട്ട് കണ്ടുപോകുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ കമൻറ്റ് ലൈക്കൊക്കെ ചെയ്തോളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. നമ്മുടെ കഞ്ഞിയൊക്കെ തയ്യാറായി, നമ്മൾ കഴിച്ച് നോക്കി. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. മോളും കഴിച്ചിട്ടുള്ളൂ. ഡ്രസ്സ് കുപ്പായിട്ടുണ്ടായിരുന്നില്ല, അതാണ് അവളെ വീഡിയോയിൽ കാണിക്കാത്തത്. അപ്പോൾ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിലെല്ലാം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. എനിക്ക് ആവശ്യമുള്ള ഒരു ക്വാണ്ടിറ്റിയിൽ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് കിടക്കണം. കിടന്നു കഴിഞ്ഞാൽ ഓക്കെ ആവുമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റ.